കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വന്നതിനു ശേഷം രൂക്ഷമായ ഭാഷയിൽ പ്രകടന പത്രികയെ പ്രധാനമന്ത്രിയും ബി.ജെ.പിയും വിമർശിച്ചിരുന്നു. അതിൽ മുസ്ലിം ലീഗിനെ എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് ആ പ്രകടന പത്രികയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൽമാൻ ഖുർഷിദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണുക. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ആ രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. പരാതി നൽകിയോ? പെരുമാറ്റച്ചട്ട ലംഘനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 2 പരാതി, മറ്റ് കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 6 പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് പ്രതിനിധി സംഘം കണ്ടത്. സൽമാൻ ഖുർഷിദ്, പവൻ ഖേര ഉൾപ്പെടെയുള്ള മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അല്പസമയം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലത്തെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യം, ആർമഡ് ഫോഴ്സിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബി.ജെ.പി ഉപയോഗിക്കുന്നു എന്ന അതിശക്തമായ ഒരു ആരോപണമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്ത് വിവരങ്ങൾ അദ്ദേഹം മറച്ചുവെച്ചു എന്ന നേരത്തെ നൽകിയ പരാതിയും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. ഒപ്പം തന്നെ കേരള സ്റ്റോറി ദൂരദർശനിൽ ഈ സമയത്ത് പ്രദർശിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ലെവൽ പ്ലേയിങ് ഫീൽഡ് രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടതിന് പിന്നാലെ ജയറാം രമേശും രംഗത്തെത്തിയിട്ടുണ്ട്.